പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററി ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 1 വേർഡ് ചോദ്യങ്ങളാണ് കേട്ടോ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അപ്പോൾ നമ്മളിന്ന് സെറ്റ് 1 ആണ് നോക്കാൻ പോകുന്നത്. 2024 കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പേപ്പർ നോക്കിയിട്ട് നമ്മൾ പിന്നാലെ മലയാളം മീഡിയത്തിൻ്റെ പേപ്പറോട് നോക്കുന്നതാണ്. ഒന്നാമത്തത് ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. കൗടില്യ ഏതാണ് വരുന്നത്? അർത്ഥശാസ്ത്ര. കൗടില്യ എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് അർത്ഥശാസ്ത്ര. മെഗസ്തനീസ് എന്ന് പറയുന്നത് ഗ്രീക്ക് അംബാസഡർ ആണ്. മെഗസ്തനീസ് എന്ന് പറയുന്നത് ബിംബിസാര മഗധയുടെ റൂളറാണ്. ആര്? ബിംബിസാര. അശോക ദമ്മയാണ്. അശോകനാണ് ദമ്മ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാട്ടോ, ഈ ഒരു മാച്ച് ദ ഫോളോവിങ്. ഇനി അടുത്തൊരു ക്രൊണോളജിയാണ്. നമുക്കറിയാം, നമ്മുടെ ക്രൊണോളജിക്കൽ ഓർഡർ നമുക്ക് എഴുതാൻ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ആൻസർ നമുക്ക് ആദ്യം വരുന്നത് 5th റിപ്പോർട്ടാണ്. പിന്നെ സാന്താൾ കലാപം. ഓക്കെ, ഞാനത് മാർക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് വരുന്നത് 5th റിപ്പോർട്ട്, സെക്കൻഡ് വരുന്നത് സാന്താൾ റിവോൾട്ടാണ്. പിന്നെന്താ, മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ജാലിയൻ വാലാബാഗാണ് കേട്ടോ. മൂന്നാമത് 4th വൺ ദണ്ഡി മാർച്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. വർഷം വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അതൊന്ന് നോക്കി വച്ചേക്കാം. ഈ ഒരു പേരുകൾ നിങ്ങൾ വർഷങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം. ദിൽമുൻ എന്ന് പറയുന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? ബഹ്റൈൻ ആണ് ഉത്തരം. ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് ദിൽമുൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥലമാണ്. ഇനി നാലാമത് കേത്രി കോപ്പർ മൈൻ എവിടെയാണുള്ളത്? കേത്രി കോപ്പർ മൈൻ രാജസ്ഥാനിലാണ് കേത്രി കോപ്പർ മൈൻ ഉള്ളത്. ഓക്കെ, കേത്രി കോപ്പർ മൈൻ എവിടെയാണ്? രാജസ്ഥാൻ. ഇനി നോക്കി, നമ്മുടെ മഹാഭാരതത്തിന് ഒരു ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഉത്തരം VS സൂക്തങ്കർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. VS സൂക്തങ്കറാണ് മഹാഭാരതത്തിന് ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയത്. ആറാമത്തതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് ഹസ്തിനപുരയിൽ എക്സ്കവേഷൻസ് നടത്തിയത്? BB ലാലാണ് കേട്ടോ. BB ലാലാണ് ഹസ്തിനപുരയിൽ എന്ത് ചെയ്തത്? എക്സ്കവേഷൻസ് മീൻസ് എന്താ പറയുക, പരിശോധിച്ചത്, അത്രയേ ഉള്ളൂ. ദെൻ ഏഴാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഹു ഇൻട്രൊഡ്യൂസ്ഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻ ബംഗാൾ? ബംഗാളിൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നത് ആരായിരുന്നു? ലോർഡ് കോൺവാലിസ് ആണ് കേട്ടോ. ലോർഡ് കോൺവാലിസ് പ്രഭുവാണ് ബംഗാളിൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നത്. എട്ടാമത്തെ ചോദ്യം നോക്കൂ. സൂബ ഈസ് എ വില്ലേജ് ഇൻ. സൂബ എന്ന് പറയുന്നത് എവിടുത്തെ വില്ലേജാണ്? എവിടുത്തെ ഗ്രാമമാണ്? പൂനെയിലുള്ള ഗ്രാമമാണ് സൂബ എന്ന് പറയുന്നത്. ഇനി 9 മാപ്പാണ് കേട്ടോ. ഇനി നമുക്ക് മലയാളം മീഡിയത്തിലെ ചോദ്യങ്ങൾ നോക്കുമ്പോൾ മാച്ച് ദ ഫോളോവിങ് നോക്കൂ. കൗടില്യൻ ഏതായിരുന്നു? അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതാണ് കൗടില്യൻ. മെഗസ്തനീസ് ഗ്രീക്ക് രാജ്യ പ്രതിനിധിയാണ് മെഗസ്തനീസ് എന്ന് പറയുന്നത്. ബിംബിസാരൻ മഗധയിലെ ഭരണാധികാരിയായിരുന്നു ബിംബിസാരൻ. അശോകനാണ് ദമ്മ കൊണ്ടുവന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. കൗടില്യൻ അർത്ഥശാസ്ത്ര, മെഗസ്തനീസ് ഒരു ഗ്രീക്ക് രാജ്യ പ്രതിനിധിയാണ്, ബിംബിസാരൻ മഗധയിലെ ഭരണാധികാരി, അശോകൻ ദമ്മ. ഇനി നമുക്ക് കാലഗണന ക്രമത്തിൽ എഴുതാൻ ചോദിക്കാറുണ്ടല്ലോ. ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ആദ്യം വരുന്നത് 5ാമത്തെ റിപ്പോർട്ട്, അതാണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് സന്താൾ കലാപം. മൂന്നാമത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നാലാമത് ദണ്ഡി യാത്ര. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം. ദിൽമൻ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? യെസ്, നമ്മുടെ ബഹ്റൈനാണ് ദിൽമൻ എന്ന് പറയുന്നത്. നാലാമത് കേത്രി ചെമ്പ് കനി എവിടെയാണുള്ളത്? നമ്മുടെ രാജസ്ഥാനിലാണ് എന്തുള്ളത്? കേത്രി ചെമ്പ് കനി ഉള്ളത് രാജസ്ഥാനിലാണ്. അഞ്ചാമത് മഹാഭാരതത്തിന് വിമർശനാത്മകമായിട്ടുള്ള പതിപ്പ് തയ്യാറാക്കിയത് VS സൂക്തങ്കർ ആയിരുന്നു. VS സൂക്തങ്കറുടെ നേതൃത്വത്തിലാണ് അത് തയ്യാറാക്കപ്പെട്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി VS സൂക്തങ്കറാണ് ഉത്തരം. 6ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഹസ്തിനപുരത്തിൽ ഉത്ഖനനം ഹസ്തിനപുരയിലെ എക്സ്കവേഷൻസ് നടത്തിയത് ആരായിരുന്നു? ഉത്ഖനനം നടത്തിയത് ആരായിരുന്നു? ദാറ്റ് ഈസ് BB ലാലാണ് ഉത്തരമായിട്ട് വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഹസ്തിനപുരയിൽ ഉത്ഖനനം നടത്തിയത് ആരായിരുന്നു? എക്സ്കവേഷൻസ് നടത്തിയത് ആരാണ്? BB ലാലായിരുന്നു. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ബംഗാളിൽ ശാശ്വത ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ശാശ്വത ഭൂനികുതി സമ്പ്രദായം കോൺവാലിസ് പ്രഭുവാണ് ഉത്തരം. 8ാമത്തെ ചോദ്യം. സൂബ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യെസ്, നമ്മുടെ പൂനെയാണ് ഉത്തരം. പൂനെയിലാണ് സൂബ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ,